ഡോക്ടർ സിജുവിനോടും ഡോക്ടർ ദിവ്യയോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ ആദ്യമേ പറയട്ടെ. ഈ വീഡിയോ ഇപ്പോൾ ഞാൻ അയച്ചു തരുന്നത് നിങ്ങളുടെ അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം അച്ഛനുണ്ടായ മാറ്റമാണ്. അച്ഛൻ്റെ മുഖത്ത് വന്ന ആ ചിരിയും ഇതൊക്കെയാണ്. അറിയാലോ, ഇതിപ്പോൾ ഞങ്ങൾക്കൊരു പുതിയ അനുഭവം തന്നെയാണ്. പലയിടത്തും അച്ഛന് പാർക്കിൻസൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പല ഹോസ്പിറ്റലിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആയുർവേദത്തിലുണ്ടെന്ന് അറിയുന്നത് തന്നെ നമ്മൾ ആദ്യമായിട്ട് തന്നെയാണ്. അപ്പം അത് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ വന്നു, ചികിത്സ എടുത്തു. ഇപ്പോൾ 2 ആഴ്ച അച്ഛന് അത് ഭയങ്കരമായിട്ടും അച്ഛന് പ്രയോജനം ഉണ്ടായി. ഇപ്പോൾ ഇങ്ങനെയൊരു ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്ത് അയക്കാൻ തന്നെ കാരണം, ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി വിശ്വാസം വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒന്ന് കണ്ട് പാർക്കിൻസൺസ് ഉള്ളവരൊന്ന് ഇങ്ങനെ ഈ ഒരു ചികിത്സ ചെയ്യണമെന്ന് ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൻ്റെ പുറത്താണ്. ഇങ്ങനെ അച്ഛന് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഞങ്ങളെങ്ങനെ പറഞ്ഞറിയിക്കേണ്ട. കണ്ട ഈ വീഡിയോസിൽ തന്നെ കാണാം അച്ഛൻ കാലുമേൽ കാല് കയറ്റി വെക്കുന്നത്, കൈ ഇപ്പോൾ ഒരു ഗ്ലാസ് അനങ്ങുന്നില്ല, ഇതുണ്ട്, കൈ വരയ്ക്കുന്നതും കൂടിയില്ല അച്ഛന്. അച്ഛൻ്റെ സംസാരത്തിലും എന്താ പറയുക സ്വഭാവത്തിൽ തന്നെ ഈ ചികിത്സയ്ക്ക് ശേഷം ഭയങ്കരമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങൾക്കത് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് ഇതാക്കില്ല. ഇതിൻ്റെ കൂടെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന 2-3 ക്ലിപ്പും കൂടി വെക്കുക കേട്ടോ. ഈ ചികിത്സയ്ക്ക് ശേഷം അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അതിനെക്കുറിച്ച് പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ അവസ്ഥയിൽ നിന്ന് ഇപ്പം മാറിയത് ആയിട്ട് ഇപ്പം അച്ഛൻ എത്ര ബെറ്റർ ആയിട്ടുണ്ടെന്നുള്ളത് കാണിക്കാനും കൂടിയാട്ടോ ഈ ഒരു എന്താ പറയുക വീഡിയോ. അവർ രണ്ടിൻ്റെയും ഒരു ചെറിയൊരു 2 വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ, CVNലെ ട്രീറ്റ്മെന്റിന് ശേഷം അച്ഛനിലുണ്ടായ മാറ്റങ്ങളെ പറ്റി അമ്മയ്ക്കുള്ള അഭിപ്രായം? അച്ഛൻ്റെ മൂവ്മെൻറ്റ്സ് ഒരുപാട് ഭേദപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കാര്യങ്ങൾ കുറച്ചും കൂടി വേഗതയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. സാധനങ്ങൾ എടുക്കുന്നതും മറ്റേ കുനിഞ്ഞെടുക്കാനുള്ള കുറച്ചും കൂടി സാധിക്കുന്നുണ്ട്. മൂവ്മെൻറ്റ്സ് കുറേ കൂടി വേഗത്തിലാവുന്നുണ്ട്. കുഞ്ഞ് എടുക്കാൻ കഴിയുന്നുണ്ട്. ശരീരത്തിൽ മുഴുവൻ എണ്ണ തേക്കാനും മറ്റിപ്പോൾ പരസഹായം ഇല്ലാതെ തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട്. വിറ ഒരുപാട് കുറഞ്ഞു. മുമ്പത്തെ ആ ഒരു ഷിവറിങ് ഉണ്ടായിരുന്നു, അത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം കപ്പ് കയ്യിൽ പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. സംസാരത്തിന് കുറച്ചും കൂടി വ്യക്തത വന്നിട്ടുണ്ട്. മറ്റൊരാൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ നല്ല വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. മുമ്പ് അതിന് വിഷമമായിരുന്നു. പുറമേയുള്ള ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ പലപ്പോഴും പറയുന്നത് വ്യക്തമാവില്ലായിരുന്നു. ഇപ്പോൾ ശബ്ദം കുറച്ചും കൂടി വ്യക്തമായിട്ടുണ്ട്. രുചിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് എരിവ് മുമ്പ് തീരെ പറ്റില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് എരിവുള്ളതൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇത് അച്ഛന് പിടിച്ച് തുറന്നതിനകത്ത് വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ അമ്മ തന്നെയായിരുന്നു ചെയ്തു കൊടുത്തത്. ഇത് CVN കളരി അവരുടെ ഒരു മരുന്നാട്ടോ, പാല് കലക്കി കുടിക്കാനുള്ള ഒരു മരുന്നാണത്. നല്ല വ്യത്യാസമുണ്ട്. ചികിത്സയ്ക്ക് മുമ്പേ എനിക്ക് 2 കൈയിലും ഗ്ലാസുകൾ എടുക്കാൻ പറ്റില്ലായിരുന്നു. നല്ലൊരു വിറ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കൈ കൊണ്ടായാലും ഒരുപോലെ ഒരു കപ്പ് വെള്ളം, 1 ഗ്ലാസ് വെള്ളം എടുക്കാനും കഴിയുന്നുണ്ട്, കുടിക്കാനും കഴിയുന്നുണ്ട്. കുട്ടിയുണ്ട്. കുട്ടിയുടെ കൂടെ നടക്കാനും കളിക്കാനും സാധിക്കുന്നുണ്ട്. പണ്ട് അച്ഛൻ വിളിച്ചാൽ കുട്ടി വരുമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഒന്നും ചെയ്തില്ല, ഇരുന്നിടത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അവളുടെ കൂടെ കളിക്കാനോ അങ്ങനെ ഒന്നും കൂടില്ല. ഇപ്പോൾ വന്നിട്ട് കളിക്കാനൊക്കെ കൂടുന്നുണ്ട്. വിളിച്ചാൽ വരുമോ, അവളടുത്ത് പോയിരിക്കുമോ, എല്ലാം ചെയ്യുന്നു. അപ്പം അച്ഛനൊരു സന്തോഷം. ഇപ്പോൾ വ്യക്തിജീവിതത്തിൽ പോലും ആണെങ്കിൽ നല്ലൊരു മാറ്റമാണ് ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞിട്ട് ഉണ്ടായത്. വ്യക്തിബന്ധങ്ങൾ തമ്മിൽ അടുക്കാനും കുട്ടിയായിട്ട് നന്നായിട്ട് ഇത് എന്താ പറയുക മിങ്കിൾ ചെയ്യാനൊക്കെ അച്ഛനിപ്പോൾ സാധിക്കുന്നുണ്ട്. നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതേമാതിരി കാല് പൊക്കി വെക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അത് സാധിക്കുന്നു. മേലോട്ടുള്ള ആൾക്കൊക്കെ എനിക്കിപ്പോൾ നോക്കാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നു. മറ്റൊന്ന് സാധിക്കില്ലേ, ഈ ബാലൻസ് ഇല്ലാത്തതാണ് ഞാൻ പലപ്പോഴും പറയാൻ കാരണം. റിലാക്സേഷൻ ശരീരത്തിന് റിലാക്സേഷൻ ഉണ്ട്. എനിക്കിപ്പോ കൈകൊണ്ടും കാലുകൊണ്ടും കൈകൊണ്ടൊക്കെ ചെറിയ തുമ്പിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യുന്നു.